ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടുക്കളയിൽ നിൽക്കണം. അപ്പോൾ കുറേ കമൻറ്റ് വന്നിട്ടുണ്ട്. ഈ കൽക്കി സിനിമ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സ്റ്റോറി ഇൻസ്റ്റയിൽ ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു, ചേട്ടാ എനിക്ക് കഥ മനസ്സിലായില്ല, ഈ കഥ എനിക്ക് ഒരു മിനിറ്റിലൊന്ന് പറഞ്ഞു തരുമോ, എന്താണ് കഥ. കുറേ പേർക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ എല്ലാവരും പറയാണ് ഇതിൽ അമിതാഭ് ബച്ചൻ ഉണ്ടോ, പിന്നെ അതുപോലെ തന്നെ കമലഹാസൻ സാറുണ്ടോ. അപ്പോൾ ഇവർക്ക് ആർക്കും അറിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് ഇവരുണ്ടെന്ന് പോലും എനിക്കും അറിഞ്ഞിട്ടായിരുന്നു. ഇവർ പ്രസ് മീറ്റ് ചെയ്തുകൊണ്ടാണ് ഞാനും കണ്ടത്. സോ ഗൈസ്, നമ്മൾ ആദ്യം ഈ കൽക്കി സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. യൂട്യൂബിൽ നമ്മൾ ഈ മഹാഭാരതത്തിൻ്റെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതൊരു 20 മിനിറ്റ് ഉണ്ട്. അത് നമ്മൾ കണ്ടിട്ട് പോയി സിനിമ കാണുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഐഡിയ കിട്ടും. ഇത് കാണാതെയാണ് നിങ്ങൾ ആദ്യം പോകുന്നത്, നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. കുറേ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കിയത്. പിന്നെ എൻ്റെ 10ാം ക്ലാസ്സിൽ CNN പോകും, അങ്ങനെ 2 കാർട്ടൂൺ അറിയാമല്ലോ നിങ്ങൾക്ക്. ഈ കാർട്ടൂണിൽ കൂടുതലും മഹാഭാരതം, ഈ സിനിമകൾ പോലെ, ഈ അമർ ചിത്ര കഥ പോലെ അങ്ങനെ കാർട്ടൂണിൽ കാണിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ട്. ഈ കഥ ഇങ്ങനെയാണ്, അടുത്ത് ഇങ്ങനെ നടക്കും, ഇങ്ങനെ. അപ്പം ആ ഒരു ഐഡിയ വെച്ചാണ് ഞാൻ പോയതുകൊണ്ട് എനിക്ക് കുറച്ച് മനസ്സിലായി, വലുതുപോലെ മനസ്സിലായി, കുറച്ച് മനസ്സിലായി. പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ടാണ് എന്താ പറയുക, യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ എൻ്റെ കൂടെ കറങ്ങിയൊക്കെ എൻ്റെ കൂടെ ഒരുപാട് പേരുണ്ടായിരുന്നു സിനിമയാണ്. അപ്പോൾ അവന്മാരൊക്കെ ചോദിക്കുന്ന ഒരേ ചോദ്യം എന്ന് വെച്ചാൽ, ഞാൻ അമിതാഭ് ബച്ചൻ കണ്ടില്ല എവിടെയാണെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഇവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല അമിതാഭ് ബച്ചൻ ഉണ്ടോ, പിന്നെ കമലഹാസൻ സാറുണ്ടോ, ഇവർക്ക് ആർക്കും അറിഞ്ഞൂടാ, മനസ്സിലായില്ല കാര്യം. അങ്ങനത്തെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ സിനിമ ഇപ്പോൾ തന്നെ 1000 കോടി അടുപ്പിച്ചെത്താറായി. അപ്പോൾ നിങ്ങൾ ഇനി കാണുന്നെങ്കിലും, അതല്ലെങ്കിൽ എന്താ പറയുക, ആമസോൺ പ്രൈമിൽ ഇറങ്ങുമ്പോൾ കാണുമ്പോഴായാലും നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് നിങ്ങൾ ആദ്യം ഒന്ന് സെർച്ച് ചെയ്യണം. ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ നിങ്ങൾ കറക്റ്റായിട്ട് സെർച്ച് ചെയ്തിട്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ കൽക്കി സിനിമ കാണുകയാണെങ്കിൽ മോനെ കറക്റ്റ് അതിൻ്റെ ഒരു ഐഡിയ ഏകദേശം രൂപം കിട്ടും. അതല്ലാതെ നിങ്ങൾ നോർമൽ എന്താ പറയുക, നമ്മൾ നോർമൽ ഒരു മലയാള സിനിമയോ അല്ലെങ്കിൽ തമിഴോ തെലുങ്കോ സിനിമ നമ്മൾ കാണുന്ന പോലെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടില്ല. സീരിയസ്ലി ഒരു ഐഡിയയും കിട്ടില്ല. നിങ്ങൾക്കത് അത് കണക്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. മനസ്സിലാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് അവിടുത്തെ ലോകത്ത് കിടക്കുന്ന ഒരു കഥയാണ്. അത് ഇങ്ങനെ അവർക്ക് പേരോ ഇതൊന്നുമില്ല, എല്ലാം ഈ കോഡ് ഭാഷയാണ്, കൈ ഇങ്ങനെ കാണിക്കുമ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമാണ്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ സിനിമ കാണുന്നവരാണെങ്കിൽ ആദ്യം യൂട്യൂബിൽ പോയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യണം. സത്യം ഇത്ര സമയം ഓണാവാതിരുന്ന ഫ്രിഡ്ജ് വരെ ഓണായി കേസ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആദ്യം ഇത് കണ്ടതിന് ശേഷം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും മക്കളെ. ഓക്കെ, സോ ഗൈസ്, നെക്സ്റ്റ് വീഡിയോ കാണുമ്പോൾ ബൈ ബൈ. ഏറെ പുതിയ വീഡിയോ കണ്ടതിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്ത് അഭിപ്രായം രേഖപ്പെടുത്തും. ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് ബൈ.